വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഫ്ലൂറിമെട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്താണ് ഫ്ലൂറിമെട്രി, അതുപോലെ ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ്, തിയറി, ജബ്ലോൺസ്കി ഡയഗ്രാം, അതുപോലെ ഫ്ലൂറസെൻസ് ആൻഡ് കെമിക്കൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്ലൂറസെൻ ഇൻറ്റൻസിറ്റി, ക്വെഞ്ചിങ്, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂറസെൻ. ഫ്ലൂറസെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ. എമിറ്റഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ച് സ്റ്റോക്സ് ഫ്ലൂറസെൻസ്, ആൻറ്റി സ്റ്റോക്സ് ഫ്ലൂറസെൻ, റെസണൻസ് ഫ്ലൂറസെൻ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്റ്റോക്സ് ഫ്ലൂറസെൻ. സ്റ്റോക്സ് ഫ്ലൂറസെൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എമിറ്റഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഈസ് ലോങ്ങർ ദാൻ ദാറ്റ് ഓഫ് അബ്സോർബ്ഡ് റേഡിയേഷൻ. അബ്സോർബ്ഡ് റേഡിയേഷനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള വേവ് ലെങ്ത് ആണ് എമിറ്റഡ് റേഡിയേഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റോക്സ് ഫ്ലൂറസെൻസ് എന്ന് പറയുക. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫ്ലൂറസെൻസ് ആണ്. കാരണം എന്താണ്? എനർജി ലോസ് കാരണം ആസ് വൈബ്രേഷണൽ ട്രാൻസിഷൻ ബിഫോർ എമിഷൻ. ഓക്കെ, അടുത്തത് ആൻറ്റി സ്റ്റോക്സ് ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എമിറ്റഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെക്കാട്ടിലും കുറവായിരിക്കും. ഓൾറെഡി എ മോളിക്യൂള് എക്സൈറ്റഡ് വൈബ്രേഷണൽ സ്റ്റേറ്റിലാണ് ബിഫോർ അബ്സോർബിംഗ് ലൈറ്റ് എന്ന കേസസിലാണ് ഈ ഒരു ആൻറ്റി സ്റ്റോക്സ് ഫ്ലൂറസെൻസ് എന്നത് കാണിക്കുന്നത്, മോളിക്യൂൾസ് കാണിക്കുന്നത്. അടുത്തത് റെസണൻസ് ഫ്ലൂറസെൻസ് ആണ്. അതായത് എമിറ്റഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനോട് ഈക്വൽ ആയിരിക്കും. എനർജി ലോസ് ഒന്നും ഇല്ല എമിഷൻ്റെ മുമ്പ്. ആ ഒരു കണ്ടീഷൻസിലാണ് ഇവിടെ റെസണൻസ് ഫ്ലൂറസെൻസ് നടക്കുക. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷനെ ബേസ് ചെയ്ത് സ്റ്റോക്സ് ഫ്ലൂറസെൻസ്, ആൻറ്റി സ്റ്റോക്സ് ഫ്ലൂറസെൻസ്, റെസണൻസ് ഫ്ലൂറസെൻസ് എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫിനോമിനനെ ബേസ് ചെയ്തിട്ട് സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ്, ഡയറക്റ്റ് ലൈൻ ഫ്ലൂറസെൻസ്, സ്റ്റെപ്പ് വൈസ് ഫ്ലൂറസെൻസ്, തെർമലി അസിസ്റ്റഡ് ഫ്ലൂറസെൻസ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ്. അതായത് സെർട്ടൈൻ എലമെൻറ്റ്സ്, എക്സാമ്പിളാണ് സിങ്ക്, കാഡ്മിയം, ക്രോമിയം, അതൊക്കെ നമ്മൾ മെർക്കുറി വേപ്പറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മെർക്കുറിയിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഫ്ലൂറസെൻസിനോട് അതെന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എനർജി ട്രാൻസ്ഫർ ബേസ്ഡ് ഫ്ലൂറസെൻസ് ആണ്. ഇതാണ് സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസിൽ വരുന്നത്. ഡയറക്റ്റ് ലൈൻ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ എമിഷന് ശേഷം മോളിക്യൂൾ എന്ത് ചെയ്യും? ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ സ്റ്റേ ചെയ്യും. ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യും? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ വരും ബൈ ലോസിങ് എനർജി ത്രൂ വൈബ്രേഷണൽ ട്രാൻസിഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഷാർപ്പ് ലൈനാണ് നമുക്ക് എമിഷൻ സ്പെക്ട്രത്തിൽ തരിക. അതായത് എമിഷന് ശേഷം മോളിക്യൂൾ എന്ത് ചെയ്യും? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ കുറച്ച് നേരം ടെമ്പററി ആയിട്ട് സ്റ്റേ ചെയ്യും. അതിനുശേഷം ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യും? റിട്ടേൺ വരുന്നുണ്ട്. എങ്ങനെ? എനർജി ലോസ് ആയിട്ട്, വൈബ്രേഷണൽ ട്രാൻസിഷൻസ് വഴി എനർജി ലോസ് ആയിട്ട്. അടുത്തത് സ്റ്റെപ്പ് വൈസ് ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ടൈപ്പാണ്. ഇവിടെ എന്താണ്? നമ്മൾ അബ്സോർബ്ഡ് എനർജീൻ്റെ പാർട്ട്, ചെറിയൊരു ഭാഗം വൈബ്രേഷണൽ എനർജി ആയിട്ട് ലോസ് ആവും. ആൻഡ് റെസ്റ്റ് എന്തായിരിക്കും? ബാക്കിയുള്ളത് ഫ്ലൂറസെൻസ് ആയിട്ട് കാണിക്കും. അതായത് അബ്സോർബ്ഡ് എനർജീൻ്റെ ചെറിയൊരു ഭാഗം വൈബ്രേഷണൽ എനർജീൻ്റെ ഫോമിൽ ലോസ് ആവുന്നുണ്ട്, ബാക്കിയുള്ളത് ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആണ് സ്റ്റെപ്പ് വൈസ് ഫ്ലൂറസെൻസ്. അടുത്തത് തെർമലി അസിസ്റ്റഡ് ഫ്ലൂറസെൻസ്. തെർമലി അസിസ്റ്റഡ് ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എക്സൈറ്റേഷൻ നടക്കുക ഒന്ന് പകുതി പാർട്ട്ലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കാരണം, പാർട്ട്ലി തെർമൽ എനർജി കാരണമാണ്. ഓക്കെ, അഡീഷണൽ ഹീറ്റ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഫ്ലൂറസെൻസ്: സ്റ്റോക്സ് ഫ്ലൂറസെൻസ്, ആൻറ്റി സ്റ്റോക്സ് ഫ്ലൂറസെൻസും റെസണൻസ് ഫ്ലൂറസെൻസ് ബേസ്ഡ് ഓൺ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ. ബേസ്ഡ് ഓൺ ഫിനോമിനൻ സെൻസിറ്റൈസ്ഡ് ഫ്ലൂറസെൻസ്, ഡയറക്റ്റ് ലൈൻ ഫ്ലൂറസെൻസ്, സ്റ്റെപ്പ് വൈസ് ഫ്ലൂറസെൻസ്, തെർമലി അസിസ്റ്റഡ് ഫ്ലൂറസെൻസ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് ഫ്ലൂറിമെട്രി. നമ്മൾ ഓൾറെഡി യുവിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചില്ലേ? സെയിം പോലെ തന്നെയാണ് ഇവിടെ. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, മോണോക്രോമേറ്റേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ്, അത് എന്തിൽ വരുന്നത്? വേവ് ലെങ്ത് സെലക്ടേഴ്സ് ആണ്. പിന്നെ സാമ്പിൾ ഹോൾഡർ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്, റീഡ് ഔട്ട് ഡിവൈസ് ഉണ്ട്. യുവിയിൽ പഠിച്ചിട്ടുള്ള ഏകദേശം സെയിം തന്നെയാണ്. ലൈറ്റ് സോഴ്സ്
ലൈറ്റ് സോഴ്സിന് തന്നെ നമ്മൾ എക്സൈറ്റേഷൻ സോഴ്സ് എന്നും പറയുന്നുണ്ട്. ലൈറ്റ് സോഴ്സ് ആണ് എന്ത് ചെയ്യുക, ഈ മോളിക്യൂൾസിനെ സാമ്പിളിലുള്ള മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേഡിയേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലൈറ്റ് സോഴ്സ് ആണ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് ആണ് മെർക്കുറി ആർക്ക് ലാമ്പ്. ഓൾറെഡി നമ്മൾ യു വിയിൽ പഠിച്ചതാണ് മെർക്കുറി ആർക്ക് ലാമ്പ്. അത് ഇൻറ്റൻസ് ലൈൻ സ്പെക്ട്ര പ്രൊഡ്യൂസ് ചെയ്യും, മോസ്റ്റ്ലി 350 നാനോമീറ്ററിന് എബവ്. ലോ പ്രഷർ മെർക്കുറി ലാമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, 254 നാനോമീറ്ററിലാണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. ഹൈ പ്രഷർ മെർക്കുറി ലാമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, 366, 405, 436, 465, 734, 776, 9, 11, 11 3 നാനോമീറ്ററിൽ എന്ത് ചെയ്യും, ഹൈ പ്രഷർ മെർക്കുറി ലാമ്പ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെർക്കുറി ആർക്ക് ലാമ്പ്. നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞ മെർക്കുറി വേപ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അതൊക്കെ നമ്മൾ ഓൾറെഡി വർക്കിംഗ് യു വിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് വേണ്ടവർ മുമ്പത്തെ ക്ലാസ്സുകൾ കയറി നോക്കുക, അതിൽ യു വിയിൽ ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് സെനോൺ ആർക്ക് ലാമ്പ്. സെനോൺ ആർക്ക് ലാമ്പ് നമ്മൾ യു വിയിൽ പഠിച്ചിട്ടുള്ള സെയിം സാധനമാണ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു, ആനോഡും കാഥോഡും. പിന്നെ ഇതാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്ന സോഴ്സ്, സെനോൺ ആർക്ക് ലാമ്പാണ്. പിന്നെ കണ്ടിന്യൂസ് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 250 to 600 നാനോമീറ്ററിൽ. അതിൻ്റെ പീക്ക് ഇൻറ്റൻസിറ്റി എബവ് 470 നാനോമീറ്റർ ആണ്. കറണ്ട് സെനോൺ ഗ്യാസിലൂടെ പാസ് ചെയ്യുന്നത് വഴിയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലി നമ്മൾ യു വിൻ്റെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് യു വി ക്ലാസ്സുകൾ റെഫർ ചെയ്യാം. അടുത്തതാണ് ടങ്സ്റ്റൺ ഹാലോജൻ ലാമ്പ്. അതിന് ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും. വിസിബിൾ റീജിയനിലെ എക്സൈറ്റേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. യു വി റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. സെയിം യു വിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതൊരു വേറെ വരുന്നതാണ് ട്യൂണബിൾ ഡൈ ലേസർ. അതിന് നമ്മൾ പൾസ്ഡ് നൈട്രജൻ ലേസർ എന്നും പറയുന്നുണ്ട്. ഇത് നമ്മൾ പ്രൈമറി സോഴ്സായിട്ട് അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. 360 to 650 നാനോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത്രയാണ് റേഡിയേഷൻ സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്. അടുത്ത വേവ് ലെങ്ത് സെലക്ടേഴ്സ് അല്ലെങ്കിൽ മോണോക്രോമാറ്റേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടൈപ്പാണ് ഈ ഒരു ഫ്ലൂറിമെട്രിയിൽ കാണുന്നത്. എക്സൈറ്റേഷൻ മോണോക്രോമാറ്ററും ഉണ്ട്, എമിഷൻ മോണോക്രോമാറ്ററും ഉണ്ട്. എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത്തിനെ മാത്രമാണ് അത് സെലക്ട് ചെയ്യുള്ളൂ. സാമ്പിളിന് എക്സൈറ്റേഷൻ കോസ് ചെയ്യുന്ന വേവ് ലെങ്ത്തിനെ മാത്രമേ അത് സെലക്ട് ചെയ്യുള്ളൂ. എമിഷൻ മോണോക്രോമാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിന് ഫ്ലൂറസൻസ് എമിറ്റ് ചെയ്തിട്ടുള്ള വേവ് ലെങ്ത്തിനെ മാത്രം സെലക്ട് ചെയ്യുന്നതാണ് എമിഷൻ മോണോക്രോമാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഡിസൈഡ് വേവ് ലെങ്ത്ത് മാത്രമാണ് സാമ്പിളിലും ഡിറ്റക്ടറിലൊക്കെ എത്തുള്ളൂ. അത് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോണോക്രോമാറ്റേഴ്സ് അവിടെ ഉള്ളത്. അടുത്തതാണ് സാമ്പിൾ ഹോൾഡർ. സാമ്പിൾ ഹോൾഡർ നമുക്കറിയാം, ഫ്ലൂറസെൻറ്റ് മെഷർമെൻറ്റ് നമ്മൾ യൂഷ്വലി ലിക്വിഡ് സാമ്പിൾസിലാണ് ചെയ്യുക. സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്യുവറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്വാഡ്സ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ എല്ലാ സർഫസും എന്താ ഹൈലി പോളിഷ്ഡ് ആണ്, സ്ട്രേ ലൈറ്റിനെ റെഡ്യൂസ് ചെയ്ത് അക്യുറസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് സാമ്പിൾ ഹോൾഡറിൽ വരുന്നത്. അടുത്തതാണ് ഡിറ്റക്ടർ. ഡിറ്റക്ടറിൽ പറയുന്നത് എന്താണ്, എമിറ്റഡ് ആയിട്ടുള്ള ഫ്ലൂറസെൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ് യൂസ് ചെയ്യുക. അതാണ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. അത് 90 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇൻസിഡൻറ്റ് ലൈറ്റ് ബീമിൻ്റെ എക്സൈറ്റേഷൻ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിറ്റക്ടേഴ്സിൻ്റെ ഫിഗർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. യു വിയിൽ യൂസ് ചെയ്യുന്ന സെയിം ഡിറ്റക്ടേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. അതിൽ കൂടുതലായിട്ട് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കാഥോഡിൻ്റെ കേസിലാണ് അതിൻ്റെ വർക്കിംഗ് പറയുന്നത്. റേഡിയേഷൻസിൽ ഇവിടെ വന്ന് ഫോട്ടോ കാഥോഡിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവും. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ഡൈനോഡ്സിലും പോയിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താണ് വരിക. അത് ആനോഡ്സിൽ കളക്ട് ചെയ്യും. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വർക്കിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് മുമ്പത്തെ യു വി ക്ലാസ്സുകൾ റെഫർ ചെയ്ത് കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാരിയർ സെല്ല് പറഞ്ഞു. ബാരിയർ സെല്ലും ഫോട്ടോ ട്യൂബും രണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഫ്ലൂറിമെട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റീഡ് ഔട്ട് ഡിവൈസ്. റീഡ് ഔട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ എന്ത് ചെയ്യും, റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക റീഡ് ഔട്ട് ഡിവൈസ്. അതൊരു അനലോഗ് മീറ്റർ ആവാം, ഡിജിറ്റൽ ഡിസ്പ്ലേ ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ആവാം. ഫ്ലൂറസൻ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഇതിൽ ഏത് വേണമെങ്കിലും ആവാം ഈ റീഡ് ഔട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനാണ് നോക്കിയത്. അടുത്തത് നമ്മൾ ഫ്ലൂറിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ ടൈപ്സ് ആണ് നോക്കുന്നത്. സിംഗിൾ ബീം ഫ്ലൂറിമീറ്ററും ഉണ്ട്, ഡബിൾ ബീം ഫ്ലൂറിമീറ്ററും ഉണ്ട്. സിംഗിൾ ബീം ഫ്ലൂറിമീറ്ററിനെ തന്നെ നമ്മൾ പെട്രോ ഫ്ലൂറിമീറ്റർ എന്നും പറയുന്നുണ്ട്. ഈ സിംഗിൾ ബീം ഫ്ലൂറിമീറ്ററിൽ എന്താണ്,
ഇത് ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ആ ലൈറ്റ് സോഴ്സ് യൂഷ്വലി നമ്മൾ ടങ്സ്റ്റൺ ലാമ്പാണ് യൂസ് ചെയ്യുക. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഒരു ഫിൽട്ടർ വഴി അല്ലെങ്കിൽ എക്സൈറ്റേഷൻ മോണോക്രോമാറ്ററും എമിഷൻ മോണോക്രോമാറ്ററും ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു എക്സൈറ്റേഷൻ ഫിൽട്ടർ വഴി അല്ലെങ്കിൽ എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ വഴി എന്ത് ചെയ്യും, പാസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് സാമ്പിൾ സെല്ലിലോട്ട് എൻ്റർ ചെയ്യും. അവിടുന്ന് ഈ സാമ്പിൾ എമിറ്റ് ചെയ്യുന്ന ഫ്ലൂറസെൻസ് എന്ത് ചെയ്യും, 90 ഡിഗ്രിയിൽ, അത് നമ്മൾ ഇൻ്റർഫറൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്യുന്നത്. അത് സെക്കൻഡറി ഫിൽട്ടർ വഴി കടന്നു പോകും. സെക്കൻഡറി ഫിൽട്ടർ വഴി എമിറ്റഡ് ആയിട്ടുള്ള വിസിബിൾ ലൈറ്റ്സിനെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ എമിഷൻ ഫിൽട്ടർ വഴി കടത്തി വിടുള്ളൂ. അങ്ങനെ കടത്തി വിട്ടിട്ട് ഡിറ്റക്ടറിലോട്ട് എത്തും. ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഇലക്ട്രിക് സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ പ്രോസസ്സർ അല്ലെങ്കിൽ റീഡ് ഔട്ട് സിസ്റ്റത്തിൽ കാണിക്കും. അപ്പോൾ പവർ സപ്ലൈ ഉണ്ട്, അതിന് ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റ് സോഴ്സിൽ നിന്ന് പ്രൈമറി ഫിൽട്ടർ സാമ്പിൾ സെല്ല് കാണിക്കുക, അതിന് കഴിഞ്ഞാൽ സെക്കൻഡറി ഫിൽട്ടർ, ഡിറ്റക്ടർ, റീഡ് ഔട്ട് ഡിവൈസ്. ഇതാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. അടുത്തത് ഡബിൾ ബീം ഫ്ലൂറിമീറ്റർ ആണ്. ഡബിൾ ബീം ഫ്ലൂറിമീറ്ററിന് എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് ബീമിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ബീം സ്പ്ലിറ്റർ യൂസ് ചെയ്തിട്ട്. ഒരെണ്ണം സാമ്പിൾ സെല്ല് വഴിയും ഒരെണ്ണം റെഫറൻസ് ബീം വഴിയും പാസ് ചെയ്യും. അതായത് ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റ് സോഴ്സിൽ നിന്ന് എക്സൈറ്റേഷൻ ഫിൽറ്റർ വഴി മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, രണ്ട് സാമ്പിൾ ഉണ്ട്, ഒന്നെങ്കിൽ ഒരു സാമ്പിളും ഉണ്ട്, ഒരു എന്താ പറയുക ബീം സ്പ്ലിറ്റർ വഴി വെച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു സാമ്പിളിലും ഒരു റെഫറൻസിലോട്ടും പോവും. അതിനുശേഷം എന്ത് ചെയ്യും, സെയിം പോലെ തന്നെ എമിഷൻ മോണോക്രോമേറ്റേഴ്സ് വഴി അത് ഡിറ്റക്ടറിലോട്ട് എത്തിയിട്ട് ഡിറ്റക്ടറിൽ നിന്ന് റീഡ് ഔട്ട് ഡിവൈസസിലോട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് സ്കാനിങ് ആണ്, ബോത്ത് എക്സൈറ്റേഷൻ ആൻഡ് എമിഷൻ സ്പെക്ട്രം. അതുപോലെ ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കും, പിന്നെ ഹൈ അക്യുറസി ആയിരിക്കും ഇതിനുണ്ടാവുക. പിന്നെ ബെറ്റർ കറക്ഷനാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സോ അല്ലെങ്കിൽ ലാബ് ഫ്ലക്ച്വേഷൻസിനൊക്കെ കറക്ഷൻ ബെറ്റർ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ പോലെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ എന്താ പറയുക ഡിറ്റക്ടറും കാര്യങ്ങളും, ലാമ്പ്, പിന്നെ നമ്മുടെ ഫിൽറ്റേഴ്സ്, ഫസ്റ്റ് എക്സൈറ്റേഷൻ ഫിൽട്ടർ, അത് കഴിഞ്ഞാൽ സാമ്പിൾ ഹോൾഡർ, പിന്നെ സെക്കൻഡറി ഫിൽട്ടർ അല്ലെങ്കിൽ എമിഷൻ ഫിൽട്ടർ അല്ലെങ്കിൽ എമിഷൻ മോണോക്രോമാറ്റർ, പിന്നെ നമ്മുടെ സാമ്പിൾ ഫോട്ടോ മൾട്ടിപ്ലെയർ, അതെന്താണ് ഡിറ്റക്ടറാണ്, പിന്നെ റീഡ് ഔട്ട് ഡിവൈസ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസിൽ പറയുന്നത് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെറ്റൽ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും അതർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഫ്ലൂറിമെട്രി യൂസ് ചെയ്യാൻ പറ്റും. റുദീനിയം അയോൺസിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് അതർ പ്ലാറ്റിനം മെറ്റൽസിൻ്റെ പ്രസൻസിൽ, അലുമിനിയത്തിൻ്റെ Al3+ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് അലോയ്സിലുള്ള Al3+ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ബോറോൺ ഡിറ്റർമിനേഷൻ ഇൻ സ്റ്റീൽ യൂസിങ് എ കോംപ്ലക്സ് വിത്ത് ബെൻസോയിൻ, കാഡ്മിയത്തിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തിട്ടാ 2,2-ഹൈഡ്രോക്സി ഫിനൈൽ ബെൻസോയിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ടാർട്ടാറേറ്റിൻ്റെ പ്രസൻസിൽ. അതുപോലെ ന്യൂക്ലിയർ റിസർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് യുറാനിയം സോൾട്ടിൻ്റെ ഫീൽഡ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട്. പിന്നെ അത് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഹെവി മെറ്റൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. അടുത്ത ഫ്ലൂറസൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഫ്ലൂറസൻ ഡൈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അത് ഡിഫറെൻറ്റ് pH കണ്ടീഷൻസിൽ കളർ ചേഞ്ച് കാണിക്കും. ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇയോസിൻ കളർലെസ് ടു ഗ്രീൻ, ഫ്ലൂറസിൻ കളർലെസ് ടു ഗ്രീൻ, പിന്നെ ക്യുനൈൻ സൾഫേറ്റ് ബ്ലൂ ടു വയലറ്റ്, ആക്രിഡിൻ ഗ്രീൻ ടു വയലറ്റ്. അപ്പം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിസർച്ചിൽ ഫ്ലൂറസൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്. അടുത്തത് ഫ്ലൂറോമെട്രിക് റിയേജൻസ് ആണ്. ഇത് എന്ത് ചെയ്യില്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് ഡോണർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അത് മെറ്റൽ അയോൺസ് ആയിട്ട് ഫ്ലൂറസൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ആലിസാരിൻ, ഗാർനറ്റ് ബി, ഫ്ലവനോൾ, 8-ഹൈഡ്രോക്സി ക്വിനോളിൻ. അടുത്ത ഓർഗാനിക് അനാലിസിസിന് യൂസ് ചെയ്യും. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്തിലൊക്കെ ഉള്ളത്, സിഗരറ്റ് സ്മോക്ക്, എയർ പൊല്യൂട്ടൻസ്, ഓട്ടോമൊബൈൽ എമിഷൻസിലൊക്കെ ഉള്ളത്. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഫ്ലൂറസൻ ഡ്രഗ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളാണ് ഹൈഡ്രോകോർട്ടിസോൺ, നിക്കോട്ടിനമൈഡ്. ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആൻഡ് കാപ്പിലറി ഇലക്ട്രോഫോറിസിസ്. അപ്പോൾ ഈ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിയിലും കാപ്പിലറി ഇലക്ട്രോഫോറിസിസിലും യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ B1, വൈറ്റമിൻ B2ൻ്റെ ഒക്കെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇമ്പ്യൂരിറ്റി ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, അതായത് നാനോഗ്രാം ലെവലിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂറിമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി കൺട്രോളിനും ട്രേസ് ലെവൽ അനാലിസിസിനൊക്കെ ഫ്ലൂറിമെട്രി യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ നോക്കിയത് എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെൻറ്റേഷന് മുമ്പ് നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ഫ്ലൂറസെൻസ് നോക്കി, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് ഫ്ലൂറിമെട്രി, പിന്നെ ഫ്ലൂറിമീറ്റേഴ്സ് എന്താ നോക്കി, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലൂറിമെട്രി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ ഫ്ലൂറിമെട്രി, അതിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് നോക്കിയത്? എന്താണ് ഫ്ലൂറിമെട്രി, ലൂമിനിസെൻസ്, ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ്, കെമി ലൂമിനിസെൻസ്, അതുപോലെ തിയറി നോക്കി, ജബ്ലോൺസ്കി ഡയഗ്രാം നോക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലൂറസെൻസ് ആൻഡ് കെമിക്കൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്ലൂറസൻ ഇൻറ്റൻസിറ്റി, ക്വെഞ്ചിങ്, പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫ്ലൂറസെൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കി, ഫ്ലൂറിമീറ്റേഴ്സ് 2 ടൈപ്പ്, സിംഗിൾ ബീം ഫ്ലൂറിമീറ്ററും ഡബിൾ ബീം ഫ്ലൂറിമീറ്ററും, അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് നമ്മൾ ഫ്ലൂറിമെട്രി എന്ന ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഹാപ്പി ലേണിംഗ്.